പയ്യന്നൂർ കോളേജിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. നൂതനമായ ആശയങ്ങളും വലിയ അളവിലുള്ള വിവരങ്ങൾ കൈകാര്യം ചെയ്തതിനുമുള്ള ശേഷിയുമാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യത എന്ന് ISRO മുൻ ഡയറക്ടർ P. കുഞ്ഞികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ കോളേജിൽ പഠന പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ വ്യക്തികളും സംഘടനകളും ഏർപ്പെടുത്തിയ 35ഓളം എൻഡോവ്മെന്റുകൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. കോളേജ് PTA സർവകലാശാല റാങ്ക് ജേതാക്കൾക്കും അന്തർദേശീയ മത്സരങ്ങളിൽ രാജ്യത്തിന് വേണ്ടി മെഡൽ നേടിയ കോളേജിലെ വിദ്യാർത്ഥികൾക്കുമായി ഏർപ്പെടുത്തിയ ഉപഹാര സമർപ്പണവും ചടങ്ങിൽ വെച്ച് നടന്നു. പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് KK സുരേഷ് കുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. പ്രിൻസിപ്പാൾ ഡോക്ടർ സന്തോഷ് VM ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് K. ജയദേവൻ, സർവകലാശാല സെനറ്റ് അംഗങ്ങളായ ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത്, ഡോക്ടർ പ്രജിത P, ഡോക്ടർ നിഷ VK, IQAC കോഓർഡിനേറ്റർ ഡോക്ടർ PR സ്വരൻ, കായിക വിഭാഗം മേധാവി അജിത്ത് KN, ഡോക്ടർ മനോജ് കുമാർ N, ഓഫീസ് സൂപ്രണ്ട് KV ശ്രീകാന്ത്, യൂണിയൻ ചെയർമാൻ KV അഭിനന്ദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PTA സെക്രട്ടറി ഡോക്ടർ ശുഭ PV സ്വാഗതവും ട്രഷറർ ഡോക്ടർ ഗോപിക KK നന്ദിയും രേഖപ്പെടുത്തി. കോളേജ് PTAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അവാർഡ് ജേതാക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, എൻഡോവ്മെന്റ് ഏർപ്പെടുത്തിയ വിവിധ വ്യക്തികൾ, സംഘടനാ പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. വടക്കൻ വാർത്ത, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.